നമസ്കാരം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച. MS സൊല്യൂഷൻ CEO ഷുഹൈബിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. 10ാം ക്ലാസ് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO M ഷുഹൈബിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നത് തടയാനാണ് നടപടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷുഹൈബ് ഇന്നലെയും ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തിയാണ് നടപടി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടതും ഷുഹൈബിനെ അടക്കം പ്രതി ചേർത്തതും. വിശ്വാസവഞ്ചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണം. 5 പേർ പിടിയിൽ. പത്തനംതിട്ട തിരുവല്ല കുമ്പനാട്ട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. സ്ത്രീകളെ അടക്കം ആക്രമിച്ച സംഭവത്തിൽ കോയിപ്പുറം പോലീസാണ് 5 പേരെ പിടികൂടിയത്. ലഹരിക്ക് അടിമപ്പെട്ട് സാമൂഹ്യവിരുദ്ധരാണ് അക്രമം നടത്തിയതെന്ന് കോയിപ്പുറം പോലീസ് പറഞ്ഞു. സംഭവത്തിൽ സ്ത്രീകളടക്കം 8 പേർക്ക് പരിക്കേറ്റു. കുമ്പനാട് എക്സോസ്റ്റ് ചർച്ച് കരോൾ സംഘത്തിന് നേരെയായിരുന്നു ആക്രമണം. 10ലധികം വരുന്ന സംഘം അകാരണമായി ആക്രമിച്ചുവെന്നാണ് കരോൾ സംഘത്തിന്റെ പരാതി. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമണം ഉണ്ടായതെന്നും ഭയാനകമായ ആക്രമണമാണ് നടന്നതെന്നും സ്ത്രീകളടക്കമുള്ള കരോൾ സംഘവും പറയുന്നു. പ്രദേശവാസികളായ ആളുകൾ തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയത്. മുറിയിൽ ഉറങ്ങിക്കിടന്ന യുവാവിനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമം. പിന്നാലെ വീട്ടിലെത്തി പ്രതി ജീവനൊടുക്കി. മുറിയിൽ ഉറങ്ങിക്കിടന്ന യുവാവിനെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം പ്രതി ജീവനൊടുക്കി. കാട്ടാക്കട അരുവിക്കുഴിയിലാണ് ഇന്നലെ രാത്രിയിൽ സംഭവമുണ്ടായത്. അരുവിക്കുഴി നെടുമൺ തറട്ട വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പ്രവീണിനെയാണ് അയൽവാസിയും ബന്ധുവുമായ അരുവിക്കുഴി നെടുമൺ തറട്ട അനിൽകുമാർ ആക്രമിച്ചത്. ഗുരുതര പരിക്കേറ്റ പ്രവീണിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രവീണിനെ ആക്രമിച്ച അനിൽകുമാറിനെ ഇന്ന് രാവിലെ സ്വന്തം വീട്ടിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീ വാഹനമിടിച്ച് മരിച്ചു. സംഭവം കൊല്ലത്ത്. കൊല്ലം നിലമേലിൽ പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീ വാഹനമിടിച്ച് മരിച്ചു. മുരുക്കുമൺ സ്വദേശിനി ശൈലയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. റോഡ് മുറിച്ച് കടക്കവേ കാറിടിച്ച് റോഡിൽ വീണ ശൈലയുടെ ശരീരത്തിലൂടെ എതിരെ വന്ന ലോറി കയറി ഇറങ്ങുകയായിരുന്നു. ഇവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇന്നലെയും ഇതേ സ്ഥലത്ത് വെച്ച് മറ്റൊരു അപകടം നടന്നിരുന്നു. സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന മേഖലയാണിതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ക്രിസ്തുമസ് പുലരിയിൽ അമ്മത്തൊട്ടിലിൽ 3 ദിവസം പ്രായമായ കുഞ്ഞ്. പേര് ക്ഷണിച്ച് മന്ത്രി വീണ ജോർജ്. ക്രിസ്തുമസ് ദിനത്തിൽ പുലർച്ചെ 5:50 കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ 3 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. ഈ സന്തോഷം ഫേസ്ബുക്കിൽ പങ്കുവച്ച് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. കൂടാതെ ക്രിസ്തുമസ് പുലരിയിൽ ജനിച്ച കുഞ്ഞുമകൾക്ക് പേര് മന്ത്രി ക്ഷണിച്ചു. അതേസമയം ഈ വർഷം ഇതുവരെ 22 കുഞ്ഞുങ്ങളെയാണ് തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ മാത്രം ലഭിച്ചത്.